ബഹുമാന്യരെ, കോട്ടയം നഗരസഭ അടുത്ത സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് തയ്യാറാക്കലിന്റെ തിരക്കിലാണ്. ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ട് കോട്ടയം നഗരസഭ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തണമെന്നുള്ള തയ്യാറെടുപ്പിലാണ്. ആ വികസന പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ അത് തയ്യാറാക്കി നിർദ്ദേശിക്കുമ്പോൾ നഗരസഭയിലെ പൊതുജനങ്ങൾക്ക് പ്രയോജനകരമാകുന്ന തരത്തിലേക്കുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപദേശം തേടലാണ് ഇപ്പോൾ ഞങ്ങൾ നൽകുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ന് ഇന്ത്യൻ ആർക്കിടെക്ട് അസോസിയേഷൻ അംഗങ്ങളും അതോടൊപ്പം നമ്മളുടെ ആസൂത്രണ സമിതി അംഗങ്ങളും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും അതിനോടനുബന്ധിച്ച് പ്രതിപക്ഷ നേതാവും BJPയുടെ പാർലമെന്ററി പാർട്ടി ലീഡറും ഒക്കെയായിട്ടുള്ള ചർച്ചകൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നഗരത്തിന്റെ വളർച്ച, നഗരത്തിന്റെ വികസനം, നഗരത്തിലെ വന്നു പോകുന്ന ആളുകളുടെ സൗകര്യങ്ങൾ ഏതൊക്കെ തരത്തിൽ വേണം, അതിനൊരു പ്ലാനിങ്ങോടുകൂടി നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ആർക്കിടെക്ട് അസോസിയേഷനുമായിട്ട് ചർച്ച ചെയ്തത്. കാരണം അവർ വലിയ അനുഭവ പരിചയമുള്ളവരാണ്. അവർ വിവിധങ്ങളായ രംഗങ്ങളിൽ വലിയ നിരീക്ഷണവും പഠനവും നടത്തിയിട്ടുള്ളവരാണ്. അവരുടെ പ്രവർത്തന മേഖല അതാണ്. ആ പ്രവർത്തന മേഖലകളിലെ അറിവുകളോട് കൊണ്ടുവന്ന് നമുക്ക് വലിയ രീതിയിലേക്കുള്ള DPR അടക്കം തയ്യാറാക്കി സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ഒക്കെ പദ്ധതികളിൽ ഇടപെടാൻ പറ്റുന്ന തരത്തിലേക്കുള്ള DPRലേക്ക് ഞങ്ങൾ കടക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇത് നഗരത്തിന്റെ പൂർണ്ണമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കലാണ്. നഗരത്തിൽ എങ്ങനെ വളരണം, നഗരത്തിൽ ഏതൊക്കെ ആവശ്യങ്ങളുണ്ട്, നഗരത്തിൽ വന്നു പോകുന്ന ആളുകൾക്ക് ഏതൊക്കെ തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിക്കണമെന്നുള്ളത് വലിയ നിർദ്ദേശങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും. ആ നിർദ്ദേശങ്ങൾ കൂടെ അനുസൃതമായിട്ടുള്ള പദ്ധതി തയ്യാറാക്കുന്നതിന്, അതിനനുസൃതമായിട്ടുള്ള ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിന് ഒക്കെ നഗരസഭ ഒന്നിച്ചു പോവുകയാണ്. ഇവിടെ എല്ലാ കൗൺസിൽ അംഗങ്ങളുമായിട്ടുള്ള ചർച്ച ആ തരത്തിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹത്തിലാണ് നഗരസഭ ഭരണ ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും പിന്തുണ വേണം, എല്ലാവരുടെയും സഹകരണം വേണം, നിർദ്ദേശങ്ങൾ വേണം. ആ നിർദ്ദേശങ്ങൾ ഫലപ്രദമായിട്ടുള്ള എത്രയോ നിർദ്ദേശങ്ങൾ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റും. സാധാരണ കാൽനട യാത്രക്കാരടക്കമുള്ളവരുടെ കാര്യങ്ങൾ തൊട്ട് ഇവിടെ വലിയ രീതിയിലേക്ക് ട്രാഫിക് കുരുക്കിൽപ്പെടുന്നവരുടെ ആ സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകണം. അതിനെല്ലാവരുടെയും സഹകരണം വേണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.